മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന ശോഭാ സുരേന്ദ്രനെ പലപ്പോഴും തഴയുന്ന നിലപാടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് പാർട്ടിയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ കുമ്മനം രാജശേഖരനെ പിന്നെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തുന്ന ഒരു രീതിയാണ് പാലക്കാടെ പലരും സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ സുരേന്ദ്രന് പോലും പാലക്കാട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നത് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിനത് അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യറും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇതിന്റെ തലപ്പത്തേക്ക് വരണം എന്നുള്ള ആവശ്യം അണികൾ സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിൽ പറയുന്നുണ്ട്. എന്താണ് ശോഭാ സുരേന്ദ്രന്റെ ഒരു വരവിന് ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും തകർക്കാനുള്ള സാധ്യതയുണ്ടോ? ശോഭാ സുരേന്ദ്രൻ്റെ വരവിനെ തകർക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ BJPയിലെ പല ആളുകൾക്കും ശോഭയോട് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അണികൾക്കല്ല, നേതൃത്വത്തിന്. കാരണം ശോഭയെ പോലെ ഒരു സ്ത്രീ, ഞാൻ ഫയർ ബ്രാൻഡ് എന്ന് നമ്മളൊക്കെ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന, ധന്യ അടക്കം പലപ്പോഴും വിശേഷിപ്പിച്ച ഒരു നേതാവ്. അതിന് കൃത്യമായ കാരണമുണ്ട്. നമ്മൾ മാത്രമല്ല, BJPയുടെ അണികളും അല്ലാത്തവരും ഫയർ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിച്ച ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ കഴിവുള്ളവരെ നമ്മൾ, അത് ഏത് പാർട്ടിയിലായാലും, ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പറ്റി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, അതുപോലെ തന്നെ UR പ്രദീപിനെ പറ്റി വീഡിയോ ചെയ്തു. അതുപോലെ കഴിവുള്ളവരാരായാലും അവരെ അതുപോലെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. പിന്നെ നേതാവാണ് ശൈലജ ടീച്ചറൊക്കെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും. കേരളത്തിലെ ഒരുപാട് പേരുടെ കാര്യങ്ങൾക്ക്, അതായത് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ നമ്മുടെ സങ്കടങ്ങൾ ഒരു നേതാവിനോട് പറയുമ്പോൾ അത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല, പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. അതാണ് എല്ലാവർക്കും വേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് പണ്ട് ഉമ്മൻചാണ്ടി എല്ലാവരുടെയും തോളിൽ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പതിവുണ്ട്. അതാണ് ഉമ്മൻചാണ്ടിക്ക് ജനകീയനായ മുഖ്യമന്ത്രി എന്നൊരു പേര് വന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് കുറച്ചുകൂടി ആളുകളെ കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 100%. മനസ്സിൽ നന്മയുള്ളവരെല്ലാം നല്ല നേതാക്കന്മാരാകും എന്നുള്ളത് തന്നെയാണ് സത്യം. അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ ശോഭയുടെ ഈ ഒരു പൊളിറ്റിക്കൽ ഇമേജ്, ഈ ഇമേജിനെ വല്ലാതെ ഭയപ്പെടുന്നവരാണ് പലരും. കാരണം ശോഭ വന്ന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ, യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും മറ്റുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവായിരിക്കും ശോഭാ സുരേന്ദ്രൻ. കാരണം അവഗണനകൾ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും ഈ പാർട്ടിക്ക് ഒരു പ്രയാസം വരുമ്പോഴും അണികൾ മുറവിളി കൂട്ടുന്നത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവിനെ നേതൃത്വത്തിലെ പല ആളുകൾക്കും താല്പര്യമുണ്ടാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രന് ഇതുവരെ സംഭവിച്ചത് എന്ത് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകൾക്കകത്തും ശോഭാ സുരേന്ദ്രൻ, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് BJPക്ക് ഒരു നല്ല ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതും നല്ല ഇമേജ് ഒക്കെ വന്നതും ഇപ്പോൾ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പണ്ട് BJPക്കാരനാണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർ, അതുപോലെ തന്നെ RSSന് വേണ്ടി സംഘമുണ്ടാക്കിയ ആളുകൾ, അവരൊക്കെ ചെയ്ത ത്യാഗം എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ അതിനൊക്കെ ആ സമയത്ത് പോലും ഈ ശോഭാ സുരേന്ദ്രന് കൃത്യമായ ഒരു പേര്, ഒരു സൽപ്പേര്, ഒരു ഇമേജ് കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലെ BJP രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശോഭ മത്സരിച്ച ഓരോ സ്ഥലത്തും വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ശോഭയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കും, അവിടെ ഗണ്യമായ വോട്ട് വർദ്ധിപ്പിക്കും. ആ ഗണ്യമായ വോട്ട് വർദ്ധിപ്പിച്ചതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത്? അവിടെ തന്നെ നിന്ന് അവിടുത്തെ പ്രാദേശിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് അവരിൽ ഒരാളായി മാറി അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് വീതം വർദ്ധിപ്പിക്കാനും അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതകൾ തേടിക്കൊടുക്കുക എന്നതാണ് ഒരു നേതാവിന് ഒരു നേതൃത്വം ചെയ്തു കൊടുക്കേണ്ട കാര്യം. അല്ലെങ്കിൽ തന്നെ BJPക്കകത്ത് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ആളുകളെ മുൻകൂട്ടി തീരുമാനിച്ച് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ BJPക്ക് നല്ലൊരു ശതമാനം സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശോഭ ഒരു സ്ഥലത്ത് മത്സരിക്കും, അവിടെ ഗണ്യമായ വോട്ട് വർദ്ധിപ്പിക്കും. ആ സമയത്ത് ശോഭയെ അവിടെ നിന്ന് മാറ്റും, മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. 2 വർഷം അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കും, അവിടെ നിന്ന് വോട്ട് ഗണ്യമായി വർദ്ധിച്ച് ജയസാധ്യതയുടെ അടുത്തെത്തുമ്പോൾ അവിടെ നിന്ന് മാറ്റും. ഈ തരത്തിൽ ശോഭയെ തട്ടിക്കളിച്ചൊരു നേതൃത്വമാണ് ഈ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ഗതികേട് കൊണ്ട് വിളിക്കേണ്ടി വന്ന ഒരാളാണ് സുരേന്ദ്രനും അതുപോലെ തന്നെ നേതൃത്വം എന്ന് പറയുന്നത്. സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാൻ സുരേന്ദ്രൻ ഒരു പക്ഷേ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു സുരേന്ദ്രൻ എങ്കിൽ പോലും സുരേന്ദ്രൻ എന്താണ് ചെയ്തത്? സുരേന്ദ്രൻ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. കാര്യം സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്തിരിക്കുന്നത് ശ്രീധരനെ പോലെ അവിടെ കഴിഞ്ഞ കൊല്ലം നന്നായി മത്സരിച്ച മെട്രോമാനെ പോലെ നന്നായി പ്രകടനം കാഴ്ചവെച്ച ഒരു മനുഷ്യനെ അവിടെ കാര്യമായി പ്രചാരണ പ്രവർത്തനങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന സ്വാത്വികനായ മനുഷ്യനെ, സംഘത്തിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യനെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു മനുഷ്യനെ ആളുകൾ എപ്പോഴും ബഹുമാനത്തോടെ, ഭയം ഞാൻ പറയുന്നില്ല, ഭക്തി ബഹുമാനത്തോടെ സ്നേഹത്തോടെ കണ്ടിരുന്ന തീർച്ചയായിട്ടും ഒരു സമ്പത്തുമില്ലാത്ത മനുഷ്യൻ, എവിടെയെങ്കിലും അവിടെയാണോ പോകുന്നത് അവിടെ കിടന്നുറങ്ങുന്ന, ഇപ്പോഴും സംഘകാര്യാലയങ്ങളിൽ ജീവിക്കുന്ന, ഒരു അണ പോലും സമ്പാദിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ എത്തിച്ചിട്ട് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പങ്കെടുപ്പിച്ചില്ല. ഇതൊക്കെ ഇവരുടെ വീഴ്ചയാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവർ വിളിച്ചു വരുത്തിയത് പോലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ക്രൗഡ് പുള്ളർ ആയതുകൊണ്ട് മാത്രമാണ്. ഈ സുരേന്ദ്രനോ അല്ലെങ്കിൽ BJPയിലെ മറ്റൊരു നേതാക്കൾക്കും ശോഭ വരുമ്പോഴുള്ള ക്രൗഡ് പുള്ളിങ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളർ ആവാൻ കഴിയുന്നില്ല എന്നത് ഇവരുടെയൊക്കെ വലിയ ഗതികേടാണ്. ആ ഗതികേട് കൊണ്ടാണ് ഇവർ ശോഭാ സുരേന്ദ്രനെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും BJPയിൽ ശക്തയായി നിൽക്കുന്നത്. ഏത് സ്ഥാനത്ത് നിന്ന് പോയി കഴിഞ്ഞാലും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയൊക്കെ ആണെങ്കിൽ പോലും അവരെ തഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അണികൾക്കിടയിലുള്ള മുഖം, അണികൾക്കിടയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പല ഇടപെടലുകളിലൂടെ ഇവർ തിരിഞ്ഞുകൊത്തുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം BJPയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തും BJPക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് ചിന്തിക്കുന്ന സമയത്തും ശോഭാ സുരേന്ദ്രൻ ആൻഡ് ടീം, ശോഭയ്ക്കൊപ്പം ഒരു മികച്ച ടീമിനെ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ എല്ലാ ജില്ലാ തലങ്ങളിലും അവിടുത്തെ ഏറ്റവും മികച്ച നേതാവിനെ കണ്ടെത്തുക, അവർക്കൊപ്പം ഒരു ടീമിനെ സൃഷ്ടിക്കുക. ഈ പറയുന്നത് പോലെയുള്ള നേതാക്കന്മാരെ ഇതുവരെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ജില്ലാ അധ്യക്ഷന്മാരിൽ എത്ര കഴിവുള്ള നേതാക്കന്മാരുണ്ട്. ഓരോ പക്ഷത്തെയും ആളുകളെ പിടിച്ച് ജില്ലാ അധ്യക്ഷന്മാരാക്കുന്നു. അവരെ ഇപ്പം എനിക്കറിയാം, ഇപ്പം പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആരെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പല ജില്ലാ അധ്യക്ഷന്മാരും ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. അവിടെ പല ആരോപണങ്ങളുണ്ട്, പിന്നെ ഈ പണത്തിൻ്റെ ആരോപണങ്ങളുണ്ട്, പല ആരോപണങ്ങളുണ്ട്. ഈ ആളുകളോട് ധാർഷ്ട്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യം കാണിക്കുമ്പോൾ നമുക്ക് പറയാം അദ്ദേഹം മുഖ്യമന്ത്രിയെങ്കിലും ആണ് എന്നുള്ളത് പറയാം. പക്ഷേ BJPയുടെ ഒരു ജില്ലാ അധ്യക്ഷന് ജനങ്ങളോടുള്ളൊരു പെരുമാറ്റം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ BJPയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പലരും കാണിക്കുന്ന ഒരു ധാർഷ്ട്യം ചില്ലറയൊന്നുമല്ല. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അനീഷ് കുമാറിനെ പോലുള്ള ആളുകളെ കണ്ടുപഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ഒരു തിരിച്ചുവരവും കാര്യങ്ങളുമൊക്കെ ഇനി കേന്ദ്ര നേതൃത്വത്തിന് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ശോഭയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ധന്യക്ക് എന്താ തോന്നുന്നത്? ഭാരത, എനിക്ക് തോന്നുന്നത് ഈ മുരളീധരൻ ഇപ്പോ സുരേന്ദ്രനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അതൊരു തന്ത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശോഭ വരാതിരിക്കാനായി മുരളീധരൻ ഇനി തലപ്പത്തേക്ക് വരുമോ? സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ വന്നാൽ ഇതൊക്കെ തന്നെയാണ്. ഒരു പ്രയോജനമില്ല. അതായത് വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറി എന്ന് നമ്മൾ പറയൂലേ, അതുപോലെ ഉള്ളൂ ഈ മുരളീധരൻ വന്നാലും. ഒരു കാര്യം പറയട്ടെ തന്നെ, അതിൻ്റെ ഇടയിൽ ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരാവണം എന്നുള്ള പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെ പേരും അങ്ങനത്തെ ആളുകളുടെ പേരൊക്കെ പറയണം. സന്ദീപ് വാര്യർ പോകുന്നതിന് മുമ്പ് ഞാൻ സന്ദീപ് വാര്യരുടെ പേര് പോലും ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനേക്കാൾ ശോഭാ സുരേന്ദ്രനൊപ്പമോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പമോ പരിഗണിക്കേണ്ട ഒരു പേരാണ് MT രമേശിൻ്റെ പേര്. എല്ലാ ആളുകളെയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുകയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതക്കാർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നേതാവാണ് ഈ പറയുന്ന MT രമേശ്. അദ്ദേഹത്തിൻ്റെ നേതൃശേഷി, നേതൃപാഠം എന്നുള്ളത് ചില്ലറയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തുടരാം. അല്ല, അത് തന്നെയാണ് ഈ നേതൃപാഠമുള്ള നയിക്കാൻ കഴിവുള്ള ആളുകളെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല പുഴുക്കുത്തുകളും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിനെ തകർക്കാനായി നടത്തുന്ന പലരുടെയും ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾക്ക് വേണ്ട എന്ന് പറയാൻ, ആരെ മുഖത്ത് നോക്കിയും ആ തീരുമാനം ശരിയല്ല എന്ന് പറയാൻ കഴിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പുറത്ത് നമ്മൾ സന്ദീപ് വാര്യർ പോയില്ലായിരുന്നു എങ്കിൽ സന്ദീപ് വാര്യരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ സന്ദീപ് വാര്യരുടെ ഒരു മുഖമെന്ന് പറയുന്നത് എല്ലാവരെയും ഒരു കാര്യം നടക്കണമെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് ഒരു കവർ പാല് വാങ്ങിപ്പിക്കണം, പക്ഷെ എന്നോടത് നീ ഒരു കവർ പാല് വാങ്ങിര എന്ന് പറയാൻ ഒരു മടി ഉണ്ടാകുമെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചെങ്കിൽ കൊള്ളായിരുന്നല്ലേ, പുറത്തു പോയി കുടിക്കുന്നതല്ലേ നല്ലത്, ഇവിടെ ഇട്ട് കുടിക്കുന്നതല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ തന്നെ പറയും, എന്നാൽ ഞാൻ പോയി പാല് വാങ്ങിയിട്ട് വരാം. ആ ഒരു നയപരമായ ഇടപെടൽ സന്ദീപ് വാര്യർക്ക് വലിയ രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ, സന്ദീപ് വാര്യർ നിന്നിരുന്നെങ്കിൽ. ഇതിപ്പോൾ
സന്ദീപ് വാര്യറും പോയി, സുരേന്ദ്രന്റെ പദവിയും പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ശ്രീജിത്ത് പണിക്കരെയും പിണക്കി. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വരട്ടെ തലപ്പത്തേക്ക്. കാരണം ഒരു സ്ത്രീ വരട്ടെ. എം ഡി രമേശൊക്കെ നല്ല ആളുകൾ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ വന്ന് നയിക്കട്ടെ, എന്തെങ്കിലും മാറ്റം പാർട്ടിക്കകത്ത് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. അണികൾ തന്നെ ശോഭയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ കേന്ദ്ര നേതൃത്വം അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും.